ChatGPT ക്യാൻവ കോമ്പിനേഷനിൽ വളരെ കളർഫുൾ ആയിട്ടുള്ള പ്രസന്റേഷൻസ് അതിന്റെ സഹായത്തോടെ നിർമ്മിച്ചാൽ സാധിച്ചാൽ എങ്ങനെ ഉണ്ടാവും. നമ്മൾ മുമ്പ് ജെമിനി വെച്ചിട്ട് ക്യാൻവാസിലൊക്കെ പ്രസന്റേഷൻസ് നിർമ്മിക്കാറുണ്ട്. പക്ഷേ സ്റ്റിൽ ഇറ്റ് ഹാസ് സം ലിമിറ്റ്സ്. പക്ഷേ ChatGPT പ്ലസ് ക്യാൻവ കോമ്പിനേഷൻ ഈസ് ഇൻക്രെഡിബ്ലി അമേസിങ്. കാരണം എന്താ വെച്ചാൽ നമ്മൾക്ക് വേണ്ട എല്ലാ എൻറ്റയർ പ്രസന്റേഷൻസ് നമുക്ക് ChatGPT വെച്ചിട്ട് നിർമ്മിക്കാൻ സാധിക്കും. എന്നിട്ട് അതിൽ നിർമ്മിച്ച് തരുന്ന ഡിസൈനിൽ മാനുവലായിട്ട് കളർഫുൾ ആയിട്ടുള്ള പ്രസന്റേഷൻസ് ക്യാൻവയിലും ചെയ്യാൻ പറ്റും. അപ്പോൾ ഇന്നത്തെ വീഡിയോ അതിനെ കുറിച്ചിട്ടാണ്. ക്യാൻവ പ്ലസ് ChatGPT പ്ലസ് ക്യാൻവ ഇൻ്റഗ്രേഷനെ കുറിച്ചിട്ടുള്ള A to Z കാര്യങ്ങളാണ്. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് കിടക്കാം. ഇവിടെ ഞാൻ ChatGPT ഓപ്പൺ ചെയ്തിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾ ആദ്യമായിട്ട് ശ്രദ്ധിക്കേണ്ട ഒന്നാമത്തെ കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ChatGPTനെയും ക്യാൻവയും കണക്ട് ചെയ്യണം എന്നുള്ളതാണ്. അപ്പോൾ നിങ്ങൾക്കിത് ഫോണിലും ലാപ്ടോപ്പിലും ഒക്കെ നിങ്ങൾക്ക് ചെയ്യാൻ സാധിക്കും. ഇവിടെ ആപ്സിൽ വന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇവിടെ തന്നെ അവർ ഒരു ബാനറിൽ ഇൻ്റഗ്രേഷൻ്റെ പരസ്യം കൊണ്ടുവന്നിട്ടുണ്ട്. ഇനി നിങ്ങൾക്ക് കാണുന്നില്ലെങ്കിൽ സിമ്പിളായിട്ട് സെർച്ച് ചെയ്യുക ക്യാൻവ എന്ന് സെർച്ച് ചെയ്യുക. ക്യാൻവ എന്ന് സെർച്ച് ചെയ്യുന്ന സമയത്ത് നിങ്ങൾക്ക് ഇവിടെ കാണാൻ സാധിക്കും ക്യാൻവ. അപ്പോൾ നിങ്ങൾ ആദ്യമായിട്ട് ചെയ്യുന്ന സമയത്ത് നിങ്ങളിതിനെ കണക്ട് ചെയ്യണം, ക്യാൻവയെ നിങ്ങൾ കണക്ട് ചെയ്യണം. ഇവിടെ നിങ്ങൾക്ക് ഒരുപാട് ആപ്പിൽ ഒരുപാട് ഇൻ്റഗ്രേഷൻസ് വന്നിട്ടുണ്ട്. അഡോബ് ഫോട്ടോഷോപ്പ് ഒക്കെ വന്നിട്ടുണ്ട്. നിങ്ങൾക്ക് കാണാൻ സാധിക്കും അഡോബ് ഫോട്ടോഷോപ്പ് വന്നിട്ടുണ്ട്, ക്യാൻവ വന്നിട്ടുണ്ട്, ഫിഗ്മയൊക്കെ മുമ്പേ ഉണ്ട് എന്നുള്ളതാണ് എൻ്റെ വിശ്വാസം. അപ്പോൾ ഇത്തരത്തിലുള്ള ഒരുപാട് AI ഇൻ്റഗ്രേഷൻസ് നമ്മൾക്ക് ChatGPTയിൽ കാണാൻ സാധിക്കും. അപ്പോൾ നിങ്ങൾക്ക് ഏതാണ് വേണ്ടത് അത് നിങ്ങൾക്ക് ഇവിടെ കണക്ട് ചെയ്ത് വെക്കാം. ഇങ്ങനെ കണക്ട് ചെയ്യുന്നത് കൊണ്ടുള്ള ഒരു ഗുണം എന്താണെന്ന് വെച്ചാൽ നമുക്ക് 2 ടൂളുകളെ വെച്ചിട്ട് പല വിധത്തിലുള്ള കാര്യങ്ങൾ ചെയ്യാൻ സാധിക്കും. ഇപ്പോൾ ക്ലൗഡിലും ഇതേ ഇൻ്റഗ്രേഷൻ വന്നിട്ടുണ്ട്. ക്ലൗഡിൽ ഫേസ്ബുക്കിൻ്റെ മെറ്റയുമായിട്ട് കണക്ട് ചെയ്യാൻ പറ്റും. അതേപോലെ തന്നെ ഇമെയിലുമായിട്ട് കണക്ട് ചെയ്യാൻ സാധിക്കും, ക്യാൻവയുമായിട്ട് കണക്ട് ചെയ്യാൻ സാധിക്കും, ഫിഗ്മയുമായി കണക്ട് ചെയ്യാൻ സാധിക്കും. അപ്പോൾ ഇതിൻ്റെ യൂസർ എക്സ്പീരിയൻസ് പറഞ്ഞാൽ ഹ്യൂജ് ആയിട്ടുള്ള എക്സ്പീരിയൻസ് ആണ്. അത് പേഴ്സണലായിട്ട് പറയാണ്. അപ്പോൾ നമുക്ക് പല കാര്യങ്ങളും സിമ്പിളായിട്ട് ചെയ്യാൻ സാധിക്കും. അപ്പോൾ നിങ്ങൾ ആദ്യം ഈ ഒരു ക്യാൻവ ഇൻ്റഗ്രേറ്റ് ചെയ്യുക. ക്യാൻവ ഇൻ്റഗ്രേറ്റ് ചെയ്ത ശേഷം നിങ്ങൾക്ക് ക്യാൻവ വന്നിട്ടുണ്ടോ എന്നുള്ളത് സിമ്പിളായിട്ട് നിങ്ങൾക്ക് തന്നെ ചെക്ക് ചെയ്ത് നോക്കാം. ChatGPT കൊടുത്തു ശേഷം അടിച്ച് കഴിഞ്ഞാൽ ക്യാൻവ വരുന്നുണ്ടോ എന്ന് നോക്കാം. അപ്പോൾ ക്യാൻവ വന്നിട്ടുണ്ടെങ്കിൽ വി ആർ ഗുഡ് ടു ഗോ. ക്യാൻവ വന്നിട്ടുണ്ട്. ഇനി നമ്മൾ എന്ത് ചെയ്യുക, നെക്സ്റ്റിലേക്ക് പോകാം. അപ്പോൾ നമ്മളിവിടെ പ്രസൻറ്റേഷൻസ് ആണ് മേക്ക് ചെയ്യാൻ പോകുന്നത്. പ്രസൻറ്റേഷൻസ് നോർമലി മിക്ക ആളുകളും മേക്ക് ചെയ്യുന്നത് വെച്ചാൽ ഒന്ന് ChatGPTയിലോ അല്ലെങ്കിൽ ജെമിനിയിലോ പോയിട്ട് പ്രസൻറ്റേഷൻസിൻ്റെ കോണ്ടന്റുകൾ ജനറേറ്റ് ചെയ്യും. പിന്നെ അത് വെച്ചിട്ടാണ് നെക്സ്റ്റ് സ്റ്റെപ്പിൽ ചില ആളുകൾ മാനുവലായിട്ട് ഗൂഗിൾ സ്ലൈഡിൽ, പവർ പോയിന്റിൽ, ക്യാൻവയിലൊക്കെ വന്നിട്ടാണ് പ്രസൻറ്റേഷൻസ് നിർമ്മിക്കാറ്. ഇങ്ങനെ ചെയ്യുന്ന സമയത്ത് നമുക്ക് ഒരുപാട് ടൈം കൺസ്യൂമിംഗ് ആണ്, എഫോർട്ട്, ഇതൊക്കെ നമ്മൾ ഒരുപാട് എടുക്കണം. പക്ഷേ ഇപ്പോൾ നമ്മൾക്ക് എന്താ വെച്ചാൽ സിമ്പിളായിട്ട് കണ്ടന്റും ഇതിനെ വെച്ചിട്ടാണ് ജനറേറ്റ് ചെയ്യുന്നത്. അതേപോലെ ഡിസൈനും നമ്മൾ ChatGPT വെച്ചിട്ടാണ് ജനറേറ്റ് ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് നോക്കാം. Can you give me a presentation about rich mindset? അപ്പോൾ ഇവിടെ നിങ്ങൾക്ക് ശ്രദ്ധിക്കേണ്ട കാര്യം വെച്ചാൽ ഇപ്പോൾ ഒരു എക്സാമ്പിൾ, നിങ്ങൾക്ക് എല്ലാ സ്ലൈഡിലും നിങ്ങളുടെ ലോഗോ വരണം. അപ്പോൾ അങ്ങനെ ഉണ്ടെങ്കിൽ നിങ്ങളിവിടെ ലോഗോ അറ്റാച്ച് ചെയ്യാനുള്ള ഓപ്ഷൻസ് ഉണ്ട്. ഇവിടെ അറ്റാച്ച് ഫോട്ടോസ്, ഫയൽസ് ഉണ്ട്. അപ്പോൾ ആ ലോഗോ അറ്റാച്ച് ചെയ്യുക. എന്നിട്ട് നിങ്ങളത് പ്രോംപ്റ്റിൽ കൊടുക്കുക. എല്ലാ പേജിലും ലോഗോ വേണം എന്നുള്ളത് കൊടുക്കുക. ഇനി നിങ്ങൾക്ക് പേജ് നമ്പർ വേണം, അതേപോലെ എക്സ്ട്രാ നിങ്ങൾക്ക് എന്തെങ്കിലും ഐഡിയകൾ ഉണ്ടെങ്കിൽ അത് നിങ്ങളിവിടെ പ്രോംപ്റ്റിൽ കൊടുക്കണം. ഇനി ഇൻ കേസ് ചില ആളുകൾക്ക് അവരുടെ ഒരു കമ്പനിയുടെ ഒരു കളർ തീം ഉണ്ടാവും. അപ്പോൾ ആ കളർ തീമിൽ തന്നെ ഇതിൻ്റെ ഡിസൈന് വരണം എന്നുണ്ടെങ്കിൽ അതും നിങ്ങളിവിടെ അറ്റാച്ച് ചെയ്യുക. എന്നിട്ട് ശേഷം സിമ്പിളായിട്ട് പറയാം, ഞാൻ അറ്റാച്ച് ചെയ്ത ഇമേജിൻ്റെ കളർ കോഡിനനുസരിച്ചിട്ടുള്ള പ്രസൻറ്റേഷൻസ് ആണ് മേക്ക് ചെയ്ത് തരേണ്ടത് എന്നുള്ളത് നിങ്ങൾ പറയണം. ഈ പ്രോംപ്റ്റ് കൊടുക്കുമ്പോൾ മാക്സിമം ഡീറ്റെയിൽഡ് ആയിട്ടുള്ള പ്രോംപ്റ്റ് കൊടുക്കുക. എന്തിനാണ് അങ്ങനെ ഡീറ്റെയിൽഡ് ആയിട്ടുള്ള പ്രോംപ്റ്റ് കൊടുക്കണം എന്ന് പറയുന്നത് വെച്ചാൽ എന്നാലും നമുക്ക് മാനുവലായിട്ട് നമ്മൾ ക്യാൻവയിൽ ചെയ്യേണ്ട പല കാര്യങ്ങളും നമുക്ക് കുറയ്ക്കാൻ സാധിക്കും. ഓക്കെ, ഇനി ചില ആളുകൾക്ക് ആദ്യം തന്നെ നിങ്ങൾക്ക് ഡിസൈൻ ചെയ്യേണ്ട, ആദ്യം കണ്ടന്റുകൾ ചെക്ക് ചെയ്യണമെന്നുണ്ടെങ്കിൽ ആദ്യം നിങ്ങൾ ക്യാൻവ ഒഴിവാക്കിയിട്ട് പ്രസന്റേഷൻ്റെ എൻ്റയർ സ്ലൈഡിലേക്ക് കണ്ടന്റ് സെറ്റ് ചെയ്യാം. അത് നിങ്ങൾ ഓക്കെ ആയതിനു ശേഷം നിങ്ങൾക്ക് ക്യാൻവ കൊടുത്തിട്ട് മേക്ക് എ പ്രസന്റേഷൻ ഇൻ ക്യാൻവ എന്നുള്ള പ്രോംപ്റ്റ് കൊടുക്കാൻ സാധിക്കും. അപ്പോൾ ക്യാൻ യു ഗീവ് മീ എ പ്രസന്റേഷൻ എബൌട്ട് റിച്ച് മൈൻഡ്സെറ്റിനെ കുറിച്ചിട്ട് പ്രസൻറ്റേഷൻസ് നിർമ്മിച്ച് തരുമോ എന്നുള്ളതാണ് നമ്മൾ ചോദിച്ചിട്ടുള്ളത്. നമുക്ക് ഇനി ഇത്രയേ ഉള്ളൂ കൊടുത്തിട്ടില്ല, ലോങ് ആയിട്ടുള്ള പ്രോംപ്റ്റ് ഒന്നും കൊടുത്തിട്ടില്ല. ഈ വഴി ശരിയല്ല, ഈ രീതി ശരിയല്ല. മാക്സിമം ഡീറ്റെയിൽ ആയിട്ടുള്ള പ്രോംപ്റ്റ് കൊടുക്കാൻ ശ്രമിക്കുക. അപ്പോൾ നിങ്ങൾക്ക് കാണാൻ സാധിക്കും ക്യാൻവ ഇവിടെ വർക്ക് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്.
ChatGPT ഇവിടെ വർക്ക് സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട്. ഇനി നമ്മൾ ഔട്ട്ലൈന് പ്രിവ്യൂ ചെയ്യാൻ സാധിക്കും. അതായത് റിച്ച് മൈൻഡ് സെറ്റിന്റെ പ്രസന്റേഷൻ എങ്ങനെയാണ് എന്നുള്ള ഒരു ഔട്ട്ലൈന് നമുക്ക് ഇവിടെ കാണാൻ സാധിക്കും. കവർ ഉണ്ടാവും, വാട്ട് ഈസ് ദ റിച്ച് മൈൻഡ് സെറ്റ്, പ്യൂർ മൈൻഡ് സെറ്റ്, ദ സൈക്കോളജി ഓഫ് വെൽത്ത്, അങ്ങനത്തെ ഒരു ഏകദേശം ഔട്ട്ലൈന് നമ്മൾക്ക് ഇവിടെ തന്നിട്ടുണ്ട്. നമ്മളത് ഓക്കെ ആണെങ്കിൽ നമുക്ക് നെക്സ്റ്റ് ഡിസൈനിലേക്ക് പോകാം. അപ്പം നമ്മൾ ഓക്കെ ആണ്, ജനറേറ്റ് ഡിസൈൻ എന്നുള്ള ഈ ഒരു ഫംഗ്ഷൻ കൊടുത്തു. സി നൗ ChatGPT is designing a presentation for us in a Canva. നിങ്ങൾക്ക് ഇവിടെ ക്യാൻവ വർക്ക് ചെയ്യുന്നത് കാണാൻ സാധിക്കും. ക്യാൻവയുടെ ഒരു തീമും ഇവിടെ കാണാൻ സാധിക്കും. ഏകദേശം ചിലപ്പോൾ ഒരു മിനിറ്റ് വരെ നമ്മൾക്ക് ഇതിന് സമയം എടുക്കുന്നുണ്ട്. നമ്മൾക്ക് ഈ ഒരു സെയിം ഇൻ്റഗ്രേഷൻ ജെമിനിയിലും വന്നിട്ടുണ്ട്. ജെമിനിയിൽ നിങ്ങൾക്ക് കാണാൻ സാധിക്കും. ജെമിനിയിൽ ഇപ്പോൾ നമ്മൾ പ്രസൻറ്റേഷൻസ് ഉണ്ടാക്കുകയാണ് എന്നുണ്ടെങ്കിൽ ജെമിനി ഓപ്പൺ ചെയ്തിട്ട് ഈ പ്ലസ് ബട്ടണിൽ ക്ലിക്ക് ചെയ്തിട്ട് ക്യാൻവാസ് എന്നുള്ളൊരു ഫംഗ്ഷൻ ഉണ്ട്. അപ്പോൾ ഈ ഒരു ഫംഗ്ഷൻ വെച്ചിട്ട് നമുക്ക് ഇതേപോലെ പ്രസന്റേഷൻസും ക്വിക്കായിട്ട് നിർമ്മിക്കാൻ സാധിക്കും. പക്ഷെ മാനുവൽ ആയിട്ട് നമുക്ക് അതിൽ എഡിറ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഗൂഗിൾ സ്ലൈഡിലാണ് നമുക്ക് എഡിറ്റ് ചെയ്യാൻ സാധിക്കുക. അപ്പോൾ വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് ഏതായാലും അത് വരാൻ സമയം എടുക്കുന്നുണ്ട്. ആ സമയത്തേക്ക് ഞാൻ ജസ്റ്റ് സിമ്പിളായിട്ട് ജെമിനിയുടെ ഒരു പ്രസന്റേഷൻസ് ഉണ്ടാക്കുന്നുണ്ട്. ക്യാൻ യു മേക്ക് ഗിവ് മീ എ പ്രസന്റേഷൻ അബൌട്ട് റിച്ച് മൈൻഡ് സെറ്റ്. ഇനി ക്യാൻവാസ് ഇവിടെ ഞാൻ ചൂസ് ചെയ്തു, ശേഷം എൻ്റർ കൊടുത്തു. എന്നിട്ട് നമുക്ക് രണ്ടിൻ്റെയും റിസൾട്ട് നോക്കാം. ഇവിടെ ജനറേറ്റ് ആവുന്നുണ്ട്. വി ഗോട്ട് ദ റിസൾട്ട്. ChatGPT വെച്ച് കൊടുത്ത പ്രസൻറ്റേഷനിൽ നമുക്ക് റിസൾട്ട് കിട്ടിയിട്ടുണ്ട്. വി ഗോട്ട് എൻ്റെ സ്ലൈഡ്. ഇനി നമ്മൾ ഇവിടെ ഒന്ന് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ അത് നമ്മൾ ഏത് ക്യാൻവയുമായിട്ടാണോ കണക്ട് ചെയ്തിട്ടുള്ളത് ആ ക്യാൻവയിലേക്ക് ഇത് എക്സ്പോർട്ട് ചെയ്യും. അപ്പോൾ ഇനി നമുക്ക് എന്ത് മാനുവൽ എഡിറ്റിംഗ് വരുത്തണം എന്നുണ്ടെങ്കിൽ അവിടെ പോയി എഡിറ്റിംഗ് വരുത്താം. ഓക്കെ, വന്നിട്ടില്ല. ജസ്റ്റ് ഒന്ന് വെയിറ്റ് ചെയ്യട്ടെ, ഒന്നുകൂടി ചെക്ക് ചെയ്യട്ടെ. ഒന്നുകൂടെ ഞാനിവിടെ ഓപ്പൺ ചെയ്തു. ഓക്കെ, നമുക്കിവിടെ പ്രസൻറ്റേഷൻസ് കാണാം. ഓരോന്ന് ജനറേറ്റ് ആവുന്നേ ഉള്ളൂ, കംപ്ലീറ്റ് ആയിട്ടില്ല. ഒന്നുകൂടെ ചെക്ക് ചെയ്ത് നോക്കാം. ചിലപ്പോൾ ഒരു മിനിറ്റ് വരെ ഇത് ക്യാൻവയിലേക്ക് ലോഡിങ് ആവാൻ സമയം എടുക്കുന്നുണ്ട്. ഒന്നുകൂടെ നമ്മൾ വെയിറ്റ് ചെയ്യണം. ഇവർ ചില സമയത്ത് ഇവിടെ താഴെ ഒരു ലിങ്ക് തരാറുണ്ട്. അപ്പോൾ ആ ലിങ്കിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾക്ക് അങ്ങോട്ട് പോകാനുള്ള ഓപ്ഷൻ തരാറുണ്ട്. ഓക്കെ, ഞാൻ ഡബിൾ ക്ലിക്ക് ചെയ്തിട്ട് വരുന്നില്ല. ഓക്കെ, ക്യാൻവയിൽ ഒന്നുകൂടെ ക്ലിക്ക് ചെയ്ത് നോക്കട്ടെ. സ്റ്റിൽ ഇറ്റ്സ് ടേക്കിംഗ് ടൈം. ഇത് ഞാൻ തൊട്ട് മുമ്പ് ചെയ്ത ഇതേപോലെ ഇത് ടെസ്റ്റ് അടിക്കാൻ വേണ്ടി ചെയ്ത പ്രസൻറ്റേഷനാണ്. ഇതും ഞാൻ ChatGPT പ്ലസ് ക്യാൻവ ഇൻ്റഗ്രേഷനിൽ ചെയ്താണ്. നിങ്ങൾക്ക് റിസൾട്ട് കാണാൻ സാധിക്കും. അത്യാവശ്യം നല്ല രീതിയിൽ തന്നെ റിസൾട്ട് കിട്ടിയിട്ടുണ്ട്. എനിക്ക് തോന്നുന്നു നേരത്തെ ഈ ഡിസൈനേക്കാട്ടിലും ഒന്നുകൂടി ഭംഗി കിട്ടുന്നത് മുമ്പ് ചെയ്ത ഡിസൈനാണ്. ഓക്കെ, സ്റ്റിൽ ഇറ്റ് ഈസ് നോട്ട് ഗെറ്റിംഗ്. ക്യാൻവയിൽ വന്നിട്ടില്ല. ഞാൻ ഒന്നുകൂടി ക്യാൻവ റീഫ്രഷ് ചെയ്ത് നോക്കട്ടെ. ക്യാൻവയിൽ വന്നിട്ടില്ല. ഞാൻ അടുത്തൊരു പ്രോംപ്റ്റ് കൊടുത്തു. ദിസ് ഈസ് നോട്ട് വർക്കിംഗ്. ക്യാൻ യു ചെക്ക് അഗെയിൻ? നിങ്ങൾ ഈ ഐറ്ററേഷൻ എന്ന് പറയുന്നതാണ് ഇത്. അതായത് നമ്മൾക്ക് ഒരു സാധനം നമ്മളെപ്പോഴും ചിന്തിക്കേണ്ടതാണ്, നമ്മളൊരു പ്രോംപ്റ്റ് കൊടുത്താൽ അക്യുറേറ്റ് ആയിട്ട് നമുക്ക് റിസൾട്ട് കിട്ടണം എന്നില്ല. അപ്പോൾ നമ്മൾ വീണ്ടും ട്രൈ ചെയ്ത് നോക്കണം. ഇറ്റ് ലുക്ക് ലൈക്ക് ദ പ്രസൻറ്റേഷൻ വാസ് ആക്ച്വലി ജനറേറ്റഡ് സക്സസ്ഫുള്ളി ബട്ട് ദ എംബെഡഡ് ക്യാൻവ it may not have opened correctly from the canvas, so I can see present. അതായത് ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട് എന്നുള്ളതാണ് പറയുന്നത്. നമുക്ക് ഒന്നുകൂടെ ട്രൈ ചെയ്ത് നോക്കാം. മേ ബി സംതിങ് റോങ്. ഇപ്പോഴും ഇത് ക്യാൻവയിലേക്ക് എത്തിയിട്ടില്ല. ക്യാൻവയിലേക്ക് വരും. ഞാൻ നേരത്തെ ഡിസൈൻ ചെയ്തത് നിങ്ങൾക്ക് കാണിച്ചു തരാം. ഇത് ഇത്തരത്തിലുള്ള കളർഫുൾ ആയിട്ടുള്ള പ്രസൻറ്റേഷൻസ് നമുക്ക് സിമ്പിളായിട്ട് ChatGPT വഴി നിർമ്മിക്കാൻ സാധിക്കുന്നുണ്ട്. ഓക്കെ, വി ഗോട്ട് ദ റിസൾട്ട്. ഇനി ഞാൻ തൊട്ട് മുമ്പ് ജെമിനിയിൽ ഡിസൈൻ ചെയ്ത് ഞാൻ കാണിച്ചു തരാം. ജെമിനിയിൽ അത്രത്തോളം അക്യുറേറ്റ് അല്ല, വിഷ്വൽ എലമെൻറ്റ്സ് അത്രത്തോളം അക്യുറേറ്റ് അല്ല. വി ഗോട്ട് ദ പ്രസൻറ്റേഷൻ. ഇനി നമുക്ക് ഈ ഒരു പ്രസൻറ്റേഷൻ നമ്മൾക്ക് എഡിറ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ എക്സ്പോർട്ട് ടു സ്ലൈഡ് എന്നുള്ള ഓപ്ഷൻ കൊടുത്തു കഴിഞ്ഞാൽ ഗൂഗിൾ സ്ലൈഡ്, അതായത് ഗൂഗിളിൻ്റെ തന്നെ പവർ പോയിന്റ് പ്രസൻറ്റേഷൻ ഉപയോഗിക്കുന്നതാണ് ഗൂഗിൾ സ്ലൈഡ്. അവിടെ പോയിട്ട് നമുക്ക് എഡിറ്റ് ചെയ്യാൻ സാധിക്കും. സ്റ്റിൽ ഇറ്റ്സ് നോട്ട് വർക്കിംഗ്. ChatGPT ജനറേറ്റ് ചെയ്തത് കാണിക്കുന്നില്ല. പഴയ തന്നെയാണ് നമുക്ക് കാണിക്കുന്നത്. എന്തോ ഒരു ചെറിയൊരു മിസ്റ്റേക്കാണ്. അപ്പോൾ ഇത്തരത്തിലുള്ള ഇവിടെ എഡിറ്റ് ഇൻ ക്യാൻവ ഉണ്ട്. ഇത് കൊടുത്തു നോക്കട്ടെ. വി ഗോട്ട് ദ റിസൾട്ട്. അപ്പോൾ നമ്മൾ നേരത്തെ കൊടുത്ത ChatGPT വഴി നിർമ്മിച്ച പ്രസൻറ്റേഷൻ നമുക്ക് ക്യാൻവയിൽ വന്നിട്ടുണ്ട്. ഇനി നമുക്കിതിൽ എന്ത് കളറ് മാറ്റണമെങ്കിൽ, ടെക്സ്റ്റ് മാറ്റണമെങ്കിൽ അതൊക്കെ നമുക്ക് മാനുവലായിട്ട് മാറ്റാൻ പറ്റും. ഫോട്ടോ മാറ്റണമെങ്കിൽ അങ്ങനെ എന്തും മാറ്റാൻ പറ്റും. ഇതാണ് ഇതിൻ്റെ ഏറ്റവും മനോഹരമായിട്ടുള്ള ഒരു പ്രത്യേകത. നമുക്കിനി എന്തും മാറ്റവും വരുത്താൻ സാധിക്കും.
ഈ കൊടുത്ത്. ഇനി നമുക്ക് അഡീഷണൽ ഒരു പേജ് കൂട്ടണമെന്നുണ്ടെങ്കിൽ അതും നമുക്ക് ക്യാൻവയിൽ വന്നിട്ട് ആഡ് ചെയ്യാൻ പറ്റും. അങ്ങനെ എല്ലാ കാര്യങ്ങളും നമുക്ക് ചെയ്യാൻ പറ്റും എന്നുള്ളതാണ് ഇതിൻ്റെ ഒരു പ്രത്യേകത. ഇവിടെ ഒരു കാര്യം ശ്രദ്ധിക്കണം, എഡിറ്റ് ഇൻ ക്യാൻവ എന്നുള്ള ഈ ഒരു ഓപ്ഷൻ ഇവിടെയാണ് കാണാൻ സാധിക്കുക. ഇതിൻ്റെ നമ്മളൊരു AI വെച്ചിട്ട് എങ്ങനെ പ്രസൻറ്റേഷൻ ചെയ്യാം എന്നുള്ള ഒരു ഡീറ്റെയിൽ കോഴ്സ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് അത് ആ ഒരു കോഴ്സ് കണ്ടു കഴിഞ്ഞാൽ എങ്ങനെ ഡിഫറെൻറ്റ് AI ടൂൾ വെച്ചിട്ട് എങ്ങനെ വളരെ കളർഫുൾ ആയിട്ടുള്ള പ്രസൻറ്റേഷൻസ് മേക്ക് ചെയ്യാം എന്നുള്ള ഒരു വീഡിയോ ഒരു കോഴ്സ് നമ്മൾ ചെയ്തിട്ടുണ്ട്. ആ കോഴ്സ് ലിങ്ക് ഞാൻ താഴെ കൊടുക്കുന്നുണ്ട്. സി ദിസ് ഈസ് എ ഗ്രേറ്റ് ഗുഡ്. അതായത് നമുക്ക് ഇത്തരത്തിലുള്ള പ്രസൻറ്റേഷൻസ് വളരെ ക്വിക്കായിട്ട് നമുക്ക് നിർമ്മിക്കാൻ സാധിക്കുന്നുണ്ട്. അപ്പോൾ നിങ്ങൾ പ്രസൻറ്റേഷൻസ് നിർമ്മിക്കുന്ന ആളുകളാണെങ്കിൽ നിങ്ങൾക്ക് ChatGPT Canva കോമ്പിനേഷൻ ഇസ് എ ബെസ്റ്റ് കോമ്പിനേഷനാണ്. അപ്പോൾ ഈ വീഡിയോ ഹെൽപ്ഫുൾ ആയിട്ടുണ്ടെങ്കിൽ താഴെ നിങ്ങളുടെ സിമ്പിൾ ആയിട്ടുള്ള ഏതെങ്കിലും ഒരു ലവ് ഐക്കണെങ്കിലും ഇട്ടിട്ട് നിങ്ങളുടെ കമൻറ്റുകൾ രേഖപ്പെടുത്തുക. താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ്.